ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഇനി നിങ്ങൾ കടക്കാൻ പോകുന്ന വലിയൊരു ജേണിയാണ്. 8 സെമസ്റ്ററുകളാണ്, 4 വർഷമാണ്, 56 പേപ്പറാണ്, അതിൽ സപ്ലി, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇന്റേൺഷിപ്പ്, പ്രോജക്റ്റ്. സോ ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് കീം എഴുതി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നു. അതിൽ റിപ്പീറ്റേഴ്സ് ഉണ്ട്, ഫ്രഷേഴ്സ് ഉണ്ട്, ചിലപ്പോൾ അടുത്ത വീണ്ടും ഒരു റിപ്പീറ്റിംഗ് ബാച്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരെ എത്തി നിൽക്കുന്ന ഈ കീം പ്രൊസീജിയറിൽ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ സംശയവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ബിടെക് ക്ലാസ്സുകൾ ഇത്തവണ 2025 എപ്പോൾ മുതൽ തുടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, പ്രവേശന നടപടികൾ എപ്പോൾ പൂർത്തിയാക്കും. AICTE ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന സർക്കുലർ പ്രകാരം ഓഗസ്റ്റ് 14-ാം തീയതിക്കകത്ത് പൂർത്തിയാക്കണമെന്നാണ്. പക്ഷേ നമ്മുടെ സർക്കാർ ആ ഒരു പ്രവേശന നടപടികൾ നീട്ടി, അതായത് പൂർത്തിയാക്കാനുള്ള കാലാവധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു AICTE ഒരു അപേക്ഷ എന്ന രീതിയിൽ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നീട്ടുവാനുള്ള സാധ്യതയും നിലവിലുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 13 എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20 വരെ ഒന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെ നീട്ടിയാൽ പോലും നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ വർഷം ബിടെക് ക്ലാസുകൾ തുടങ്ങിയത് ഓഗസ്റ്റ് 27-ാം തീയതിയാണ്. അത് ജൂലൈ അവസാനം, ഓഗസ്റ്റ് 5 വരെയൊക്കെ സമയമെടുത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുകയും പിന്നീട് അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് വരികയുമാണ് ചെയ്ത് ഓഗസ്റ്റ് 27-നകത്ത് തുടങ്ങാൻ സാധിച്ചു. അപ്പോൾ അതേ പാറ്റേണിൽ പോവുകയാണെങ്കിൽ പോലും ഓഗസ്റ്റ് 20-നകത്ത് ഈ ഒരു പ്രവേശന നടപടികൾ പൂർത്തിയാക്കിയാൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പോലെ ഓഗസ്റ്റ് അവസാന വാരമോ അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യമോ കേരളത്തിലെ ബിടെക് ക്ലാസുകൾ, അത് KTU മാത്രമല്ല എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും കീഴിലുള്ള ബിടെക് കോഴ്സുകൾ, 4 വർഷ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ തുടങ്ങാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ഓഗസ്റ്റ് അവസാന വീക്ക് തന്നെ പറയാം. ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള ഡിലേയോ സ്റ്റേയോ മറ്റു കാര്യങ്ങളിലുള്ള കോടതി ഇടപെടലുകളോ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു വ്യത്യാസം ഉണ്ടാകും. പക്ഷെ അല്ലാതെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ 50,000-ഓളം വരുന്ന സെൽഫ് ഫിനാൻസിങ്, ഗവൺമെന്റ്, അതുപോലെ തന്നെ IHRD, കോസ്റ്റ് ഷെയറിംഗ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഈ 50,000-ഓളം വിദ്യാർത്ഥികൾ അതാത് സീറ്റുകളിൽ അക്കോമഡേറ്റ് ആവുകയും റെഗുലറായിട്ട് നമ്മുടെ KTUവിന്റെ കീഴിലാണ് ഏറ്റവും കൂടുതൽ കോളേജുകളുള്ളത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ബാച്ച് 2025 to 29 നിങ്ങളുടെ ഒഫീഷ്യൽ ബാച്ച് നെയിം അതായിരിക്കും. അപ്പോൾ പല ക്ലാസ്സുകളിലെ പല ബ്രാഞ്ചുകളിലായി പല സീറ്റുകളിലായി അലോട്ട് ആകും. അത് കഴിഞ്ഞ് സ്പോട്ടിനൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റെഗുലർ ക്ലാസ്സുകൾ തുടങ്ങും. അതിനുശേഷം കുറച്ചു പേര് കൂടി ആഡ് ചെയ്യും, വേക്കൻറ്റ് സീറ്റുകൾ ഫിൽ ചെയ്യപ്പെടും. സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിൽ അല്ലാതെ മാനേജ്മെന്റ് സീറ്റുകളിൽ നിന്ന് കുറച്ചുകൂടി കുട്ടികൾ ആഡ് ചെയ്യപ്പെടും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞുള്ള ഓരോ സെമസ്റ്റർ എക്സാമുകൾ, അങ്ങനെ കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ കഴിയുന്ന അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ടെന്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ഇത് തന്നെയാണ്. കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുക.